ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ഇത് നമ്മൾ ടാറോ കാർഡ് നോക്കും, ശേഷം ഒറാക്കിൾ ഡെക്ക് നോക്കും, അതിനുശേഷം നമ്മൾ ടൈം കാർഡും നോക്കും. നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങൾക്കായി കിട്ടുന്ന മെസ്സേജ് എന്ന് നോക്കാം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എന്തെന്ന് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒത്തിരി പേര് റീഡിങ്സ് കാണുന്നുണ്ട്, പക്ഷേ സംശയമാണ് കാണിക്കുന്നത്. നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് പെൻറ്റക്കിൾ ആണ്. ഒരാഗ്രഹം നമ്മൾ അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇവിടെ 3 ഓഫ് സോർട്സ് കാർഡ്. എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ പറഞ്ഞു തരാം. ഒത്തിരി വീഡിയോസും ഉണ്ട്, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നോക്കി ചെയ്യാം. 7 ഓഫ് പെൻറ്റക്കിൾ, സ്റ്റാർ, ക്വീൻ ഓഫ് കപ്സ്, Four of Cups, Seven of Wands. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ എനർജിയുമാണ് നോക്കുന്നത്. അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ റീഡിങ് കാണുക, പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. കാര്യങ്ങൾ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒത്തിരി പേർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പ്രേയേഴ്സ് ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഉറപ്പാണ് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള നിങ്ങൾക്ക് മറുപടിയും ഗിഫ്റ്റും നിങ്ങളിലേക്ക് എത്തും. ഉറപ്പാണ്. ആദ്യത്തെ കാർഡ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്കുള്ള എനർജിയാണ്, നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജാണ്, കാർഡാണ്. 8 ഓഫ് പെൻറ്റക്കിൾ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആണെന്ന് പറയുന്നു. നിങ്ങളുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. ആ ഒരു കഴിവ് വെച്ചിട്ട് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന സമ്പാദ്യത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് വരുന്ന മെത്തോളജിക്കൽ പ്രോഗ്രസ്സിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ സോൾ പേർപ്പസിനെ നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് വരുന്ന മെറ്റീരിയൽ അബണ്ടൻസിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്കുള്ള ആ ഒരു അബണ്ടൻസ്, പുരോഗതി എന്ന് പറയുന്നത് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാഗ്രഹം നിങ്ങളിലേക്ക് സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ കരിയർ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാൻ പോവുകയാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇംപ്രൂവ്മെൻ്റ് ആണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നോക്കി കാണുക. നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ വരുന്ന ഒരു ഗുഡ് ന്യൂസാണ് കാണിക്കുന്നത്. നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ഒരു തുക നിങ്ങളുടെ കയ്യിലെത്തും. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് ഗ്രോത്താണ്, പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ്. ത്രീ ഓഫ് സോർട്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. പെയിൻഫുള്ളിനാണ് ഈ കാർഡ് പറയുന്നത്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഈ ലോസ് എന്ന് പറയുന്നത് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്.
ഹേർട്ട് ബ്രോക്കൺ ആണ് കാണിക്കുന്നത്. ഓപ്പോർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഹീൽ ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത തെറ്റെന്ത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഹീലാകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. രാത്രി സമയത്താണ് അവർക്ക് വളരെയേറെ വേദന അനുഭവപ്പെടുന്നത്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നത്. അവർ വളരെ ശാന്തമായിരുന്നു കൊണ്ട് നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ആഗ്രഹിക്കുന്നു. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് വളരെയേറെ വേദനയാണ് ഉണ്ടാക്കുന്നത് എന്നതിനാണ് കാർഡ് പറയുന്നത്. ഇൻസ്പിറേഷൻ അവർ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനുള്ള ആഗ്രഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ അവിടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ തിരിച്ചറിവ് വന്നിട്ടില്ല നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട്, പാസ്റ്റിൽ നിങ്ങൾ അത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല, നിങ്ങളുടെ സ്നേഹം ഏതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. എന്നാൽ ഇന്ന് നിങ്ങളെ മനസ്സിലാകുമ്പോൾ, നിങ്ങളുടെ സ്നേഹം മനസ്സിലാകുമ്പോൾ ഈ സെപ്പറേഷൻ അവരായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് അവർ തിരിച്ചറിയാണ്. അതിലാണ് അവർ റിഗ്രറ്റ് കാണിക്കുന്നത്, അതിലാണ് അവർ അത്രയേറെ വേദനിക്കുന്നത് എന്ന് കാർഡ് പറയുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഇൻസ്പിറേഷൻ കൊണ്ടുവന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെ അവരുടെ വേദന എന്ന് പറയുന്നത് നിങ്ങളോടുള്ള തീവ്ര പ്രണയമാണ്. ഒരു വ്യക്തിയോട് അമിതമായി സ്നേഹം തോന്നുമ്പോഴല്ലേ അവരെ മിസ് ചെയ്യുന്നു എന്ന് തോന്നുക. അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അവർക്കും മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അത്രയേറെ അവർ വേദനിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെന്റക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി തന്നെയാണ്. ഇവിടെ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് പറയുന്നത്. 8 ഓഫ് പെന്റക്കിൾ, 7 ഓഫ് പെന്റക്കിൾ, 2 പെന്റക്കിൾ കാർഡ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. താങ്ക് യു യൂണിവേഴ്സ്, എന്നിലേക്ക് വന്നിട്ടുള്ള പ്രോഗ്രസ്സിന്, എന്നിലേക്ക് വന്നിട്ടുള്ള അബൻഡൻസിന് ഞാൻ എൻ്റെ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ് എന്ന് നിങ്ങൾ പറയണം. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. ഹാർവസ്റ്റിനായിട്ട് തയ്യാറായിക്കോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട്, ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് നേടാൻ പോവുകയാണ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലേ നമ്മളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുള്ളൂ. നമുക്ക് കിട്ടുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ യൂണിവേഴ്സിനോട് എല്ലാത്തിനും നന്ദി പറയണം. ഇവിടെ നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് പറയുന്നു. നിങ്ങൾ പോകുന്നത് പോലെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെ പോവുക. ഇത് ശരിയായിട്ടുള്ളൊരു രീതി തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റൈറ്റ് ഡയറക്ഷനാണ്. യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പുലർച്ചെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. 21 days എന്നാണ് ഞാൻ പറയുക. കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓരോരോ ആഗ്രഹങ്ങളായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അത് നിങ്ങളിലേക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തവർക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ദ സ്റ്റാർ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളെ കാണുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അവരിലെ എക്സ്പെക്റ്റേഷനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അവരെ ആഗ്രഹം കൂടുന്നു. ഇവിടെ അവരുടെ വിഷസ് ഗ്രാൻഡഡ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അത്ര കണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തെന്നറിയില്ല, നിങ്ങളും അവരെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അവരാണ് നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരവിടെ ഹീലായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിവിടെ മാറുന്നു അല്ലേ? ഇവിടെ ഒരു ഹോപ്പ് തന്നെയാണ് കാണിക്കുന്നത്. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. അവരിലാണ് കേട്ടോ. ആ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. റൈറ്റ് പാത്താണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളും കാണുവാനും സംസാരിക്കുവാനുമുള്ള സാഹചര്യത്തെ യൂണിവേഴ്സായിട്ട് തന്നെ ഒരുക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണുവാൻ. നമുക്ക് നോക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഹോപ്പ് തന്നെയാണ് കാണിക്കുന്നത്. പ്രതീക്ഷിക്കാം. യെസ്, ക്യൂൻ ഓഫ് കപ്സ് കാർഡ് അവരുടെ എനർജിയാണ്, അവരിലെ ഇമോഷനെയാണ് കാണിക്കുന്നത്. കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇമോഷനാണ്. ഇവരെ നോക്കൂ, വലിയൊരു ലവ് ചിഹ്നമാണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്നത് അവരുടെ മനസ്സിലെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. അവരിലെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്, ഉറച്ച നിലപാടിനെയാണ് കാണിക്കുന്നത്. അവർ ഹീലാകുന്നുണ്ട്.
അവർ ലീഡ് ചെയ്യുന്നത് അവരുടെ ഹേർട്ട് പറയുന്നതനുസരിച്ചിട്ടാണെന്ന് പറയുന്നു. അവരുടെ ഹേർട്ട് എന്താ പറയുന്നത്? നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് അത്രമാത്രം പ്രണയം തോന്നുന്നുണ്ട് എന്നൊക്കെ അവരുടെ ഹാർട്ട് പറയാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ കാണുവാനായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കാണിക്കുന്നത്. അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ലവ് ആണ്. അവരിൽ വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ഒരു ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവരിലെ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സ് അവരാണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. യെസ്, ഇവിടെ 4 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുമ്പോൾ, ഡീപ്പ് ലവ് പ്രകടിപ്പിക്കാനായിട്ട് കാണിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്ന കാര്യം എന്താ അറിയോ? മിസ്സിങ് ആണ്. നിങ്ങൾക്ക് 2-3 ദിവസമായിട്ട് അവരെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യം മറന്നുകൊണ്ട്, നോക്കൂ ഈ കാർഡ് നോക്കൂ, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യത്തെ മറന്നുകൊണ്ട് നിങ്ങൾ അവരെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അവരെ മിസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് അല്ലേ? ഇവരെ മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ഒരവസരം നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വളരെയേറെ വേദനിക്കുന്നു. എന്തെന്നറിയില്ല, മനസ്സിന് ഭയങ്കര ഭാരം തോന്നുകയാണ്, ഭയങ്കര വേദന തോന്നുകയാണ്. എന്തോ അവർ എന്നിൽ നിന്നും അകന്നു തുടങ്ങിയോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് അകന്നു തുടങ്ങല്ല ചെയ്യുന്നത്, അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അവരും സെപ്പറേഷൻ വന്ന ഒരു സമയത്തെ പോലെയല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാവാം, നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവർ ആവാം അവരെ നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മാറ്റം വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരിലെ ഡീപ്പ് ലവിനെയാണ്. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നു. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മിസ്സിങ് എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള റിയാലിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വേദന തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ടുള്ള അവസരം യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ലാസ്റ്റ് കാർഡ് നോക്കാം. 7 ഓഫ് വാൻസ് കാർഡ് അവരുടെ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. നോക്കൂ, സാഹസികമായിട്ട് നിങ്ങളെ കാണുവാനായിട്ടുള്ള ആ ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ അവർക്കറിയാം അവർ ചെയ്യുന്നൊരു കാര്യം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. സാഹസികമായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ കാണുവാനായിട്ട് ഒരുങ്ങുന്നു തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ അവരും നിങ്ങളും സെപ്പറേഷൻ വരാനായിട്ടുള്ള കാരണക്കാർ അവർക്ക് ചുറ്റുമുണ്ട്. എങ്കിൽ കൂടിയും അവരുടെ മനസ്സ് പറയുന്ന കാര്യത്തെ ചെയ്യാനായിട്ട് അവർ ഒരുങ്ങുന്നു. അപ്പോൾ സാഹസികമായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുവാനായിട്ട് പോകുന്നത്, സംസാരിക്കുവാനായിട്ട് പോകുന്നത് എന്ന് കാർഡ് പറയുന്നു. അപ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നതെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടാവാൻ പോയിട്ടുണ്ടാവുക. ഫാമിലി ആയിരിക്കാം ഇവിടെ അവർക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഫാമിലി അറിയാതെ നിങ്ങളെ കാണുവാനായിട്ട് അവർ ഒരുങ്ങുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യാം. എന്താണ് ഓറക്കിൾ ഡെക്ക് നിങ്ങൾക്കായിട്ട് നൽകുന്ന സൈൻ എന്ന് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് പവർ ബാലൻസ് എന്നാണ്. എന്താണ് പറയുന്നത്? ഹാവ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ എന്താ പറയുന്നത്? പരസ്പരം ബഹുമാനിക്കണം. അതുപോലെ തന്നെ നിങ്ങളും അവരും തമ്മിൽ കൈമാറിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകൂ എന്നാണ് പറയുന്നത്. അത് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റി, റെസ്പെക്റ്റ്, കെയർ എന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ സ്നേഹിക്കാൻ തന്നെയാണ് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളെ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളെ അത്ര കണ്ട് കെയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് നിങ്ങളെ സംരക്ഷിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. ആദ്യമൊക്കെ ഇല്ലാത്തൊരു കാര്യം അവരിലേക്ക് വരികയാണ്. റെസ്പെക്റ്റ് ചെയ്യണം. പരസ്പരം ബഹുമാനമുണ്ടെങ്കിൽ, പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഏതൊരു ബന്ധമാണെങ്കിലും മുന്നോട്ട് പോവുള്ളൂ. അത് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
അതാണ് ഇവിടെ റെസ്പെക്റ്റ് ആയിട്ട് കാണിക്കുന്നതും റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണിക്കുന്നതും. നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. ഫ്ലൈയിങ് ഹൈ, ഫീലിംഗ് ഇൻഫാക്ച്വേറ്റഡ് ഓർ ഹാവിങ് ആൻ ഇൻറ്റൻസ് അഫയർ, സ്റ്റാറി ഐഡ് പാഷൻ. തീവ്രമായ പ്രണയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയേറെ അഭിനിവേശമാണ് നിങ്ങളോട് തോന്നുന്നത്. നമ്മൾ നക്ഷത്രത്തെ കാണില്ലേ, നമ്മൾ നക്ഷത്രത്തെ കാണുമ്പോൾ എങ്ങനെയാണ് നോക്കുക, അതുപോലെ കണ്ണെടുക്കാതെ നിങ്ങളെ നോക്കുന്നു എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഫോട്ടോ നോക്കുന്നുണ്ടാവാം, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് അത്രയേറെ പ്രണയം തോന്നുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. 2 കാർഡ് വന്നിട്ടുണ്ട്. ഫ്രീ ഫ്ലൈറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. കാണുന്നുണ്ടോ? ഗിവ് വൺ അനദർ സ്പേസ് ടു ഗ്രോ ഇൻഡിവിജ്വലി, റിലീസ്, ബ്രീത്ത്, ക്ലിയർ. പരസ്പരം ജീവിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വ്യക്തിപരമായിട്ട് വളരാനുള്ള ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഇനിയൊരു അവസരം തരാണ്, അവരുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇവിടെ പരസ്പരം ഇടം തരിക എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു സ്പേസ് തന്നുകൊണ്ട് പോവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാർഡ് പറയുന്നത്. പണ്ടത്തെ പോലെയല്ല, പാസ്റ്റിൽ നിങ്ങളുണ്ടായിട്ടുള്ള ഇഷ്യൂ അല്ല ഇവിടെ പറയുന്നേ. അതെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾക്കായിട്ടൊരു സ്ഥലം അവരുടെ ഹൃദയത്തിൽ അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് നേരിട്ടിട്ടുള്ള തിരിച്ചടിയാണ് ഇവിടെ കാണിക്കുന്നത്. ആരാണ് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് എന്നവർ തിരിച്ചറിയാണ്. നെക്സ്റ്റ് കാർഡ് ബ്രേക്കിംഗ് ഫ്രീ എന്നാണ്. ഗെറ്റിംഗ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ ഓർ ബീയിങ് യുവർ ഓൺ നൗ, ഫ്രീഡം, ഇൻഡിപെൻഡൻറ്റ്. ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കുക. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഫ്രീഡത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, സ്വാതന്ത്ര്യത്തെയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, ശ്വാസം മുട്ടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ നൽകുന്ന ഒരു ഫ്രീഡം, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലേ? നിങ്ങൾക്ക് ആരുമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം. നിങ്ങൾ മുറിയിലൊക്കെ അടച്ചിട്ടിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവാം. അവരില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് തനിച്ചായതുപോലെ തോന്നുന്നുണ്ടാവാം. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഫ്രീ ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് കൂടെ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വിഷ് ഗ്രാറ്റഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇറ്റ് ബിക്കംസ് എ ഫെയറി ടെയിൽ വെൻ യു മേക്ക് ഇറ്റ് റിയൽ. മാജിക്, എഫേർട്ട്, റിസൾട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഒരു മിറാക്കിൾ, ഒരു മാജിക് സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ എന്ന് പറയുന്നത് ഒരു പഴങ്കഥയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരികയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരുന്നു. യൂണിവേഴ്സ് പറയുന്നത് സ്വീറ്റ് അലേഴ്സ് ആണ്. എംബ്രേസ് ദി unknown and let love bloom on its own. എന്താണ്? മിസ്റ്ററി, ബിലീവ്സ്, ലെറ്റ് ഗോ. അജ്ഞാതമായതിനെ സ്വീകരിക്കൂ, സെൽഫ് ലവ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സ്വയം സ്നേഹിക്കൂ. ഇവിടെ നമ്മൾ സെൽഫ് ലവ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളിലേക്ക് മാറി നിൽക്കുന്ന ആ ഒരു എനർജി സ്വീകാര്യമായി വരുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. സെൽഫ് ലവ് ചെയ്യുക കേട്ടോ. സെൽഫ് ലവ് ചെയ്താലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുന്നത്. സെൽഫ് ലവ് ചെയ്യാത്തവരോട് ഞാൻ പറയുന്നു, സെൽഫ് ലവ് ചെയ്യുക. ഒരു കാർഡും കൂടി എടുക്കട്ടെ. വാം ബ്രീവ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. സ്പീക്ക് സോഫ്റ്റ്ലി ടു ഡിസാം എനി ഡിസ്പ്യൂട്ട് ഓർ കൺഫ്യൂഷൻ. നോക്കൂ. ഹോണസ്റ്റ്, vital, patient.
രണ്ടുപേരും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ആശയക്കുഴപ്പമോ ഇഷ്യൂസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൃദുവായിട്ട് സംസാരിക്കാൻ പറയാണ്, സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ക്ഷമയോടുകൂടിയാണ് സംസാരിക്കാൻ വരുന്നത്, ഹോണസ്റ്റ് ആയിട്ടാണ് സംസാരിക്കാൻ വരുന്നത്, സത്യസന്ധമായിട്ടാണ് സംസാരിക്കാൻ വരുന്നത്. തിരിച്ചും അങ്ങനെ നിങ്ങൾ ആവണമെന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ സമാധാനപരമായിട്ട് അവർ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ക്ഷമയോട് കൂടിയിട്ട് അവർ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? അവർ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്, സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് സോഫ്റ്റായിട്ട് സംസാരിച്ച് ഒരു വ്യക്തത വരുത്തുക. അവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ടൈം കാർഡ് കൂടി എടുക്കുകയാണ്. ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്, റീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. കോൾസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇടയിൽ വീഡിയോ ബ്രേക്കായി പോകുന്നു. റീഡിങ് അതുകൊണ്ട് അധികം നീട്ടുന്നില്ല, കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള കാർഡ്സ് നോക്കാം. വിത്തിൻ 10 months, വിശ്വാസമുള്ളവർക്കല്ല, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്കല്ല, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ഇതല്ല കാർഡ്സ്. വിശ്വാസം വേണം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഡിലേ കാണിക്കുന്നത് എന്താണ്? ഇവിടെ എന്താണ്? 23 days എന്നാണ് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് 23 days എന്നാണ് കാണിക്കുന്നത്. അപ്പം നെഗറ്റീവ് ചിന്തകൾ പാടില്ല, വരുമോ എന്നുള്ള സംശയം പാടില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ്? 10 മാസം കാലയളവ് കാണിക്കുന്നു. അല്ലാത്തവർക്ക് 23 days എന്നാണ്. വിത്തിൻ 1 week, വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരാഴ്ച. ഇൻ 60 days, 60 ദിവസം കൂടി കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത്? എന്താണ്? വിത്തിൻ 1 week, ഇൻ 23 days. ഇടയിൽ വീഡിയോ കട്ടായി പോകുന്നുണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ കോള് വരുന്നതുകൊണ്ടാണ്, റീഡിങ്ങിനായിട്ട് ആളുകൾ കോൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ക്ഷമ ചോദിക്കുകയാണ് ഇടയിൽ കട്ടായി പോകുന്നതിന്. അപ്പോൾ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.